വാട്സാപ്പ് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുമായി യൂസർമാർക്ക് ആശയവിനിമയം നടത്താൻ അവസരം നൽകുന്ന ഒരു അപ്ഡേറ്റാണിത്. വാട്സാപ്പ് എപ്പോഴും പുതുമകളുമായി യൂസർമാരെ ഞെട്ടിക്കാറുണ്ട്. വ്യത്യസ്തമായ അപ്ഡേറ്റുകൾ കൊണ്ട് ഉപയോക്താക്കളെ എന്നും ചേർത്ത് നിർത്തുന്ന വാട്സാപ്പ് ഇപ്പോൾ പല പരീക്ഷണങ്ങളും നടത്തിവരികയാണ്. യൂസർ നെയിം അടിസ്ഥാനമാക്കിയ നമ്മുടെ ഫോൺ നമ്പറുകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ആശയവിനിമയം നടത്താനുള്ള സംവിധാനം 2026 പകുതിയോടെ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. യൂസർ നെയിം കൊണ്ടുവരുന്നത് പ്രൈവസി ഫീച്ചറിലെ ഒരു ഓപ്ഷനായിട്ടാണ്. ഫോൺ നമ്പറുകൾ പൂർണ്ണമായി ഒഴിവാക്കാനും വാട്സാപ്പ് ഉദ്ദേശിക്കുന്നില്ല. ഇതിനൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റിന്റെ വിവരവും ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ആൻഡ്രോയിഡിന്റെ വാട്സാപ്പ് ബീറ്റ 2.25.22.13 അപ്ഡേറ്റിൽ ഗസ്റ്റ് ചാറ്റ് എന്നൊരു ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫീച്ചർ അതിന്റെ വികസന പാതയിലാണ്. വാട്സാപ്പ് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുമായി യൂസർമാർക്ക് ആശയവിനിമയം നടത്താൻ അവസരം നൽകുന്ന ഒരു അപ്ഡേറ്റാണിത്. തേർഡ് പാർട്ടി ചാറ്റുകൾക്ക് സമാനമാണ് ഗസ്റ്റ് ചാറ്റുകൾ. പക്ഷേ അതിനായി യൂസർമാർക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗസ്റ്റ് ചാറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ യൂസർമാരല്ലാത്ത ആളുകൾക്ക് വാട്സാപ്പിലേക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ അവതരിപ്പിക്കപ്പെടാനായാണ്. ഇത്തരത്തിൽ ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ യൂസർമാരല്ലാത്തവർക്ക് വാട്സാപ്പ് സൈൻ അപ്പ് ചെയ്യാൻ ഒരു പ്രോത്സാഹനമാകുമെന്നും കമ്പനി കണക്കുകൂട്ടുന്നു. പരിമിതമായ ആൻഡ്രോയിഡ് iOS ബീറ്റ യൂസർമാരിൽ വാട്സാപ്പ് ഇപ്പോൾ ഈ പുത്തൻ അപ്ഡേറ്റ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ അപ്ഡേറ്റ് പുതിയ കോൺടാക്റ്റുകളിലേക്ക് എത്താനുള്ള ലളിതമായ മാർഗമായുമാണ് കണക്കാക്കുന്നത്. ഈ അപ്ഡേഷനിൽ യൂസർമാർക്ക് മറ്റുള്ളവരെ പ്രത്യേകമായ സംഭാഷണത്തിനായി ക്ഷണിക്കാം. ഇത്തരത്തിലുള്ള ഗസ്റ്റ് ചാറ്റുകൾക്കായി യൂസർമാർക്ക് ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്ന ഓപ്ഷനിലൂടെയാണ് സാധിക്കുന്നത്. കോൺടാക്റ്റ് ലിസ്റ്റിന്റെ താഴെയായാണ് ഈ ഓപ്ഷൻ കാണുക. SMS വഴിയാകും വാട്സാപ്പ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഈ ലിങ്ക് ലഭിക്കുക. ഈ ലിങ്ക് വാട്സാപ്പ് യൂസറിന് പേസ്റ്റ് ചെയ്യാനും കഴിയും. അതിനാൽ മെയിലായും മറ്റ് മെസ്സേജിംഗ് ആപ്പിലൂടെയും ഈ ലിങ്ക് അയച്ച് ഗസ്റ്റ് ചാറ്റിന് ഇൻവൈറ്റ് ചെയ്യാം. ലിങ്ക് ലഭിക്കുന്നയാൾക്ക് അവരുടെ ബ്രൗസറിൽ ഇത് ഓപ്പൺ ആക്കി സംഭാഷണത്തിന്റെ ഭാഗമാകാം. ഡെസ്ക്ടോപ്പിലും മൊബൈലിലും ഇത് തുറക്കാൻ കഴിയും. ലിങ്ക് ലഭിക്കുന്നയാൾക്ക് ഒന്നുകിൽ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഗസ്റ്റായി തുടരാം. ഇതിനായി ഡൗൺലോഡ് വാട്സാപ്പ് അല്ലെങ്കിൽ ഗസ്റ്റായി തുടരാം എന്ന 2 ഓപ്ഷനുകൾ കാണാം. രണ്ടാമത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വാട്സാപ്പ് വെബിൽ നിങ്ങൾക്ക് സംഭാഷണം തുടരാം. ഇവിടെയും സംഭാഷണങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടാവും. ഗസ്റ്റായി തന്നെ തുടരാൻ ഒരാൾ തീരുമാനിച്ചാൽ വാട്സാപ്പ് വെബ് ഒരു യൂണീക്ക് ഐഡന്റിഫയർ ജനറേറ്റ് ചെയ്യും. ഇതാണ് എൻക്രിപ്ഷൻ കീ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്തും സെക്യൂരിറ്റി കോഡ് മാനുവലി കമ്പയർ ചെയ്തും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വെരിഫൈ ചെയ്യാം. ഗസ്റ്റായി തുടരുമ്പോൾ തന്നെ വാട്സാപ്പിന്റെ ടേംസ് ഓഫ് സർവീസ് എഗ്രി ചെയ്യണം. ഇതോടെ ഗസ്റ്റിന് ആരാണോ ലിങ്ക് അയച്ചത് അവരുടെ നമ്പർ കാണാൻ സാധിക്കും. എൻക്രിപ്ഷൻ കീ ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഗസ്റ്റായി നിൽക്കുന്ന യൂസറിനോട് പേര് എൻ്റർ ചെയ്യാൻ വാട്സാപ്പ് ആവശ്യപ്പെടും. ഇത് ലിങ്ക് അയച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലാകണം. ശ്രദ്ധിക്കേണ്ടത് ഗസ്റ്റായി എത്തുന്നവരെ വാട്സാപ്പ് വെരിഫൈ ചെയ്യില്ല എന്നുള്ളതാണ്. ലിങ്ക് ഓപ്പണാക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെ ആയിരിക്കണമെന്നതിന് ഉറപ്പ് വാട്സാപ്പിന് നൽകാൻ കഴിയില്ല.